നമ്മൾ നോക്കുകയാണെങ്കിൽ ട്വിൻ ഫ്ലെയിംസ് ഒരു സയൻറ്റിഫിക് അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ കൺസെപ്റ്റിനേക്കാളും കൂടുതൽ ഒരു സ്പിരിച്വൽ കൺസെപ്റ്റാണ്. സോൾമേറ്റ് പോലെ ട്വിൻ ഫ്ലെയിം എന്ന് പറയുമ്പോൾ ഇതുപോലെ ഞങ്ങൾ രണ്ടുപേരും വി ആർ ഹാഫ് ഓഫ് ഈച്ച് അതർ ആൻഡ് രണ്ടുപേര് തമ്മിൽ ഹൈ പാഷൻ ആയിരിക്കും, രണ്ടുപേര് തമ്മിൽ ഭയങ്കര അൺബിലീവബിൾ കെമിസ്ട്രി ആയിരിക്കും എന്നൊരു ലെവലിൽ മുമ്പോട്ട് നീങ്ങുക എന്നുള്ളതാണ്. ഇപ്പോൾ പലരും റിലേഷൻഷിപ്പിലേക്ക് കയറുന്ന സമയത്ത് ഞാൻ എൻ്റെ ട്വിൻ ഫ്ലെയിമിനെ മീറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വരും. ഈവൻ പലപ്പോഴും തെറാപ്പിക്ക് പോലും ആൾക്കാർ വരും, ഞങ്ങൾ ട്വിൻ ഫ്ലെയിംസ് ആണ്. പക്ഷേ എന്നാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവൻച്വലി മുമ്പോട്ട് നീങ്ങുമ്പോൾ ആസ് എനി അതർ റിലേഷൻഷിപ്പ് എത്ര ട്വിൻ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ പോലും കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. ഇൻഫാക്ട് ട്വിൻ ഫ്ലെയിമിൻ്റെ ഒരു സ്പിരിച്വൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെ സ്പിരിച്വലി സൈക്കോളജിക്കലി ഇവോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു വ്യക്തി എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ഇവോൾവ്മെൻറ്റ് നടക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ വേദനയിലൂടെ കിടക്കുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ ഐഡിയൽ ട്വിൻ ഫ്ലെയിം എന്ന് പറഞ്ഞ വ്യക്തി ശരിക്കും നമുക്ക് വേദന തരുന്ന ആൾ തന്നെ. പക്ഷേ ആ വേദനയിലൂടെ നമ്മളെ അടിച്ചമർത്തുവാനല്ല, നമ്മൾക്ക് ഇവോൾവ് ചെയ്ത് ഒരു ബെറ്റർ പേഴ്സണായിട്ട് ഇവോൾവ് ചെയ്യാനൊരു സ്പേസ് അവിടെ കിട്ടുകയാണ്. അങ്ങനെ നമുക്ക് ശരിക്കും ഒരു ഓപ്പർച്യൂണിറ്റി തരുന്ന വ്യക്തി നമ്മുടെ ട്വിൻ ഫ്ലെയിം തന്നെയാണ്. പക്ഷേ നമ്മൾ ആ ഇവോൾവ് ചെയ്യുന്ന സമയത്തും അവർ നമ്മുടെ ഒപ്പം നിൽക്കുകയും നമ്മൾ നാളെ ഒരു ബെറ്റർ പേഴ്സണായിട്ട് മാറിക്കഴിഞ്ഞ് പഴയതുപോലെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സാധിക്കുന്ന ഒരു വ്യക്തിക്കാണ് ട്വിൻ ഫ്ലെയിം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നാച്ചുറലി ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്സ് പറഞ്ഞാൽ അതിലൂടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. പക്ഷേ നമ്മൾ നോക്കേണ്ടത് ആ കോൺഫ്ലിക്റ്റ് മാനേജ് ചെയ്യാനുള്ള സ്കിൽസ് എൻ്റെ കയ്യിലുണ്ടോ എന്നുള്ളതാണ്. എൻ്റെ കയ്യിലുണ്ട് എങ്കിൽ ആ റിലേഷൻഷിപ്പ് സസ്റ്റെയിൻ ചെയ്ത് എനിക്ക് കൊണ്ടുപോകാം. എൻ്റെ കയ്യിലില്ല എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് എൻ ഇഷ്യൂ. ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം, ട്വിൻ ഫ്ലെയിംസ് തമ്മിൽ എപ്പോഴും റൊമാൻറ്റിക്കലി കണക്റ്റഡ് ആണെന്നില്ല. നമ്മുടെ ഒരു ഫ്രണ്ട് ആകാം നമ്മുടെ ട്വിൻ ഫ്ലെയിം, അല്ലെങ്കിൽ നമ്മുടെ ഒരു പേരൻ്റ് ആകാം, ഈവൻ നമ്മുടെ ഒരു കുട്ടിയാകാം. നമ്മളെ ആരാണ് ഇവോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് റിലേഷൻഷിപ്പിൽ, അവർ നമ്മുടെ ട്വിൻ ഫ്ലെയിമാണ്.